ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള പൊരിച്ച കോഴി ബിരിയാണിയും അതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്ന സവാള സാലഡ്, അതുപോലെ തന്നെ ബിരിയാണി ചമ്മന്തി, പിന്നെ ഒരു തൈര് സാലഡിൻ്റെ റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേക്ക് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, മുളക് പൊടി 2.5 ടീസ്പൂൺ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1.5 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിൽ നിന്ന് 1 പീസ് ചിക്കൻ മാത്രം നമുക്കൊന്ന് എടുത്തങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഒരു വലിയ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണിയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പാകത്തിൽ ഒരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. 1 or 2 സവാള ഉപയോഗിക്കാവുന്നതാണ്. സവാള ചേർക്കുന്നതാണ് ഇതിന് ഏറ്റവും രുചി, ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് മുറിച്ചെടുത്തിട്ട് എണ്ണയിലിട്ട് കൊടുത്ത പാടെ തന്നെ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. അതുപോലെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കശുവണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അത്രയും നല്ലത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്ത് ചിക്കൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. നല്ലതുപോലെ കളർ മാറി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരവ് പുരട്ടി വെച്ചതിൽ നിന്ന് 1 പീസ് ചിക്കൻ മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മസാലയിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് നെയ്യ്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഗരം മസാല എല്ലാം ഉപയോഗിക്കാം. ബേ ലീഫ്, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, അതൊക്കെ 1-2 പീസൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 7.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് 4 കപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വയനാടൻ കൈമ റൈസാണ് ചേർക്കുന്നത്. 4 കപ്പിന് 8 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം 7.5 കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നമ്മളിതിൻ്റെ 1/4 ഭാഗം പാകമായതിനു ശേഷം പിന്നെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുള്ളത്. അടുത്ത ചെറിയ തിള വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റൈസ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഏകദേശം 1/4 ഭാഗത്തോളം ഇത് പാകമായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമ്മുടെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും 4 വലിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണയിലിട്ട് പച്ചമണം മാറി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 4 സവാള ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 4 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന പാകത്തിൽ വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുഴുവനായിട്ട് ബിരിയാണി മസാല പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ബിരിയാണി മസാല പൗഡർ ചേർക്കുന്നതിന് പകരം 2 ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാല പൗഡർ ഉപയോഗിച്ചാലും മതി. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇങ്ങനെ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലത്. ഇതിലോട്ട് നമുക്ക് നല്ല പഴുത്ത 2 തക്കാളി ഉപയോഗിക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ 3 വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കൻ വെന്ത് അതിനകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങി വരുമ്പോൾ ശരിക്കും മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. കാരണം നമ്മളിതിൽ ഫ്രൈ ചെയ്തിട്ടാണല്ലോ മറ്റുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അടച്ച് വെച്ച് ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ചെറുതീയിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി പുളി കുറവുള്ളതാണെങ്കിൽ ചെറുനാരങ്ങ നീര് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയിലയുടെ അളവാണ് കൂടുതൽ വേണ്ടത്. പുതിനയില അതിനേക്കാളും വളരെ കുറഞ്ഞൊരളവിൽ ഉപയോഗിച്ചാൽ മതിയാകും. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഉപ്പും പുളിയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഈ ഒരു സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അടച്ചു വെച്ച് ഒരിത്തിരി സമയം കൂടി കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരി പകുതി ഭാഗം പകുതി ലെയർ അതാണ് ചേർക്കുന്നത്. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് മിക്സാക്കിയിട്ടോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ബാക്കിയുള്ള പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ മഞ്ഞളിൻ്റെ വെള്ളം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്ത സവാള, ക്യാരറ്റ്, മല്ലിയില, ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കുറച്ച് ഗരം മസാല പൗഡറും തൂക്കി കൊടുത്തിട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ട്, അടപ്പ് ടൈറ്റ് അല്ലെങ്കിൽ മാത്രം ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മളൊന്ന് ദം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. 20-25 മിനിറ്റ് വരെ ദം ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തൈര് സാലഡ് തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള, 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരിത്തിരി മാത്രം തക്കാളി, അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരിത്തിരി മല്ലിയില അരിഞ്ഞിട്ടുള്ളത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും ക്യൂക്കുംബറൊക്കെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാതെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ചിട്ട് തൈരിൻ്റെ അളവ് നോക്കി ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൈര് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് സവാള വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സാലഡാണ്. ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞത് ഒരിത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. സവാളയിൽ നിന്ന് നീരിറങ്ങി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അധികം അല്ലെങ്കിൽ കുറവോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സവാള കൊണ്ടുള്ളൊരു സാലഡാണിത്. അടുത്തതായിട്ട് കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി ചമ്മന്തിയാണ്. ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരിത്തിരി പുതിനയില ചേർക്കാം. കൂടുതൽ അളവിൽ വേണ്ട, നിങ്ങൾ തേങ്ങ എടുക്കുന്ന അളവിന് കണക്കാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, ഒരു ചെറിയുള്ളിയും കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ അളവിൽ വരെ വിനാഗിരി, വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിത്തിരി വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള കൊണ്ടുള്ള സാലഡ്, അതുപോലെ തന്നെ ബിരിയാണി ചമ്മന്തി, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള തൈര് സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 25 മിനിറ്റിന് ശേഷം ഉള്ളതാണ് നമ്മുടെ ബിരിയാണിയും ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. താഴെ ഭാഗത്തായിട്ട് ചിക്കൻ വെച്ച് കൊടുത്ത് റൈസ് വെക്കാം. മുകൾ ഭാഗത്ത് ഞാൻ ചിക്കൻ പീസ് ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.